Hi, dear student. Today we are discussing rotational spectra of rigid diatomic molecule. ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ M1 M2 മാസ് ഉള്ള ലീനിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് എടുക്കുന്നു. അതായത് മാസ് M1ഉം M2ഉം തമ്മിലുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ R0. പിന്നെ C എന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മാസ് M1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ R1 ആയിട്ട് എടുക്കുന്നു. അതേപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മാസ് M2ഉം തമ്മിലുള്ളത് ഡിസ്റ്റൻസ് R2 ആയിട്ടും എടുക്കുന്നു. ഇവിടെ R0 എന്താണ്? റിജിഡ് ബാർ ഓഫ് ലെങ്ത് അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്. R0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? R1 പ്ലസ് R2. ദെൻ R1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? R0 മൈനസ് R2 എന്ന് എഴുതാം. അതേപോലെ R2 നമുക്ക് എങ്ങനെ എഴുതാം? R0 മൈനസ് R1 എന്ന് എഴുതാം. ഇവിടെ മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ ആണ്. അതായത് എൻഡ് ഓവർ എൻഡ് റൊട്ടേഷൻ എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. അതായത് M1 R1 ഇസ് ഈക്വൽ ടു M2 R2. അതേപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ അറിയായിരിക്കുമല്ലോ. അതായത് I ഇസ് ഈക്വൽ ടു mr സ്ക്വയർ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? I ഇസ് ഈക്വൽ ടു M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് M1 R1 ഇസ് ഈക്വൽ ടു M2 R2 ഇൻ ഇക്വേഷൻ. ദെൻ ഇക്വേഷൻ ബിക്കം എന്താവും? മാറും I ഇസ് ഈക്വൽ ടു M2 R2 ഇൻറ്റു R1 പ്ലസ് M1 R1 ഇൻറ്റു R2. ദെൻ നമുക്ക് കോമൺ ടേമായ R1 R2 ടേക്കിംഗ് ഔട്ട്സൈഡ്. ദെൻ ഇക്വേഷൻ എങ്ങനെയായി മാറും? I ഈസ് ഈക്വൽ ടു R1 R2 ബ്രാക്കറ്റ് ഓഫ് M1 പ്ലസ് M2. ദെൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇതിൽ നിന്ന് R1ൻ്റെയും R2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ M1 R1 ഇസ് ഈക്വൽ ടു M2 R2 എന്ന കേസിൽ R2ൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ച R0 മൈനസ് R1 കൊടുക്കുന്നു. ദെൻ എന്തായി മാറും? M1 R1 ഇസ് ഈക്വൽ ടു എന്തായി മാറും? M2 R0 മൈനസ് M2 R1. ദെൻ നെഗറ്റീവ് പാർട്ട് ടേക്കിംഗ് ലെഫ്റ്റ് സൈഡ്, അതായത് മൈനസ് M2 R1 ടേക്കിംഗ് ലെഫ്റ്റ് സൈഡ്. ദെൻ M1 പ്ലസ് R1 ഇസ് M1 ഇൻറ്റു R1 ഇസ് പ്ലസ് M2 R1 ഈസ് ഈക്വൽ ടു എന്തായി മാറും? M2 R0. ദെൻ കോമൺ ടേമായ R1 ടേക്കിംഗ് ഔട്ട്സൈഡ്. ദെൻ R1 ഇൻറ്റു M1 പ്ലസ് M2 ഈസ് ഈക്വൽ ടു M2 R0. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? R1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു R0. ദെൻ നമുക്കിനി ഏതിൻ്റെ R2 കണ്ടുപിടിക്കാം. അതിന് വേണ്ടി നമുക്ക് M2 R2 ഈക്വൽ ടു M1 R1. നമ്മൾ R1ലേക്ക് R0 മൈനസ് R2 എന്ന് കൊടുക്കുന്നു. ദെൻ എന്തായി മാറും? M2 R2 ഈക്വൽ ടു M1 ഇൻറ്റു R0 മൈനസ് R0 M1 ഇൻറ്റു R0 മൈനസ് R2. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ M1 ഇൻറ്റു R0 മൈനസ് R2. Then negative sign taking left side. Then M2 R2 plus M1 R2 is equal to M1 R0. Then common term ആയ R2 taking outside. Then R2 into M1 plus M2 is equal to M1 into R0. അങ്ങനെ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? അങ്ങനെ നമുക്ക് R2ൻ്റെ വാല്യൂ കിട്ടി. അതായത് R2 is equal to M1 M2 taking right side, then R2 is equal to M1 divided by M1 plus M2 into R0. ഇത് നമ്മൾ R1ൻ്റെയോ R2ൻ്റെയോ വാല്യൂ R1ൻ്റെയോ R2ൻ്റെയോ വാല്യൂ നമ്മൾ എതിലേക്ക് കൊടുക്കുന്നു? I is equal to M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയറിലേക്ക് കൊടുക്കുന്നു. ദെൻ ഇക്വേഷൻ എന്തായി മാറും? M1 ഇൻറ്റു M2 സ്ക്വയർ ബൈ M1 plus M2 all square into R0 square plus M2 into M1 square divided by M1 plus M2 all square
into r0 square. Then I is equal to common term ആയ r0 by m1 plus m2 all square നമ്മൾ taking ബ്രാക്കറ്റിൻ്റെ ഔട്ട് സൈഡിലേക്ക് എടുക്കുന്നു. Then I is equal to r0 square plus r0 square by m1 plus m2 all square into m1 into m2 square plus m2 into m1 square. Then നമ്മൾ കോമൺ ടൈം ആയ m1 ഉം m2 ടേക്കിംഗ് ഔട്ട്സൈഡ് ഓഫ് ബ്രാക്കറ്റ്. ദെൻ r0 സ്ക്വയർ ബൈ m1 പ്ലസ് m2 സ്ക്വയർ ഇൻറ്റു m1 ഇൻറ്റു m2 ബ്രാക്കറ്റ് ഓഫ് m2 പ്ലസ് m1. ഇവിടെ നമുക്ക് ഏതൊക്കെ കോമൺ ആണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും m1 പ്ലസ് m2 സ്ക്വയർ ഉണ്ട്. ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ എന്തുണ്ട്? m1 പ്ലസ് m2 ഉണ്ട്. അപ്പോൾ സ്ക്വയറും ഉള്ളതുകൊണ്ട് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് ദെൻ എന്ത് റിമൈൻഡറായി എന്ത് ബാക്കി വരും? I is equal to r0 square into m1 into m2 by m1 plus m2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to mu r0 square. ഇവിടെ mu എന്തായിരിക്കും? mu എന്നത് റെഡ്യൂസ്ഡ് മാസ് ഓഫ് സിസ്റ്റം. ഇവിടെ ഇക്വേഷൻ നമ്പർ 3 എന്നത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് മോളിക്യൂൾ. പിന്നെ I കണ്ടുപിടിക്കുക നമ്മൾ ഇക്വേഷൻ നമ്പർ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടും. അതായത് എനിക്ക് തോന്നുന്ന എളുപ്പം എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 2ലേക്ക് r1 ഇൻറ്റു r2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് I is equal to m2 by m1 plus m2 into r0. ഇനി നമ്മൾ r1 ഇൻറ്റു r2ൻ്റെ വാല്യൂ കൊടുക്കുന്നു. എങ്ങനെ? I is equal to m2 by m1 plus m2 into r0 into m1 by m1 plus m2 into r0 into m1 plus m2. ഇവിടെ m1ഉം പ്ലസ് m2യും കോമൺ ആയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ദെൻ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ദെൻ I is equal to m2 m1 by m1 plus m2 into r0 സ്ക്വയർ. രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 2ലേക്ക് r1 ഇൻറ്റു r2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ദെൻ ഇനി നമ്മൾ റൊട്ടേഷണൽ എനർജി ലെവൽ ഓഫ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ കാണാൻ വേണ്ടി ഷോൾജിയേഴ്സ് ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അതായത് EJ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ I ഇൻറ്റു j പ്ലസ് 1. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജൂൾസിലാണ്. ഹിയർ J ഈസ് ഈക്വൽ ടു 0 1 2 3. J എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറാണ്. പിന്നെ നമുക്കറിയാം ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അതിൽ നിന്ന് ന്യൂവിൻ്റെ പേര് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഡെൽറ്റ ഇ ബൈ എച്ച്. ഇതിൻ്റെ യൂണിറ്റ് ഏർട്സ് ആണ്. ഇനി നമ്മൾ വേവ് നമ്പർ കാണാം. അതിനായി എന്ത് ചെയ്യാം? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് സി. ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഇനി നമ്മൾ വേവ് നമ്പറിൻ്റെ കേസിൽ എനർജി ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു ഇ ജെ ബൈ എച്ച് സി. നമ്മളിനി ഇ ജെൻ്റെ വാല്യൂ കൊടുക്കുന്നു. ഇ ജെൻ്റെ വാല്യൂ എന്താണ്? എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 ബൈ എച്ച് സി. ഇവിടെ എച്ചും കട്ടായി. ദെൻ ഇക്വേഷൻ ബിക്കാം എപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ സി ഇൻറ്റു ജെ പ്ലസ് 1. ഇതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇവിടെ സി എന്ന ടേമാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്.
EJ is called, epsilon J is called rotational term. ഇനി നമുക്ക് ബിന് നമുക്ക് h/8π² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്തായി മാറും ഇക്വേഷൻ? എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് 1. ഹിയർ ബി ഈസ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. By using equation number 4, we can calculate the energy level. ഇതിൽ ഫസ്റ്റ് നമ്മൾ ജെന് 0 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ജെ എന്തായും ആവും? 0 ആവും. അതേപോലെ ജെക്ക് 1 കൊടുത്താൽ എന്തായും ആവും? എപ്സിലോൺ ജെ എന്തായും ആവും? 2b ആയും ആവും. അങ്ങനെ ജെക്ക് നമ്മൾ 2 കൊടുത്താലോ എപ്സിലോൺ ജെ എന്ത് കിട്ടും? 6b ആയി കിട്ടും. 6b ആയും ആവും. ഇ ജെ ഈസ് ഈക്വൽ ടു 0ൻ്റെ കേസിൽ എന്തായിരിക്കും? മോളിക്യൂൾസിന് റൊട്ടേഷൻ ഉണ്ടാവുക? ദർ ഈസ് നോ റൊട്ടേഷൻ. ജെക്ക് 0 to ഒരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എനർജി ലെവലിൻ്റെ ഒരു ഡയഗ്രാം വരച്ചാണ് കാണിക്കുന്നത്. അതായത് ജെക്ക് 1 കൊടുത്ത് 2b, ജെക്ക് 2 കൊടുത്ത് 6b, ജെക്ക് 3 കൊടുത്ത് 12b. എനർജി ലെവൽ കിട്ടിയ ഇക്വേഷനാണ്, എനർജി ലെവലിൻ്റെ ഡയഗ്രാമാണ് ഷോ ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്ത ഫിഗറാണ് എനർജീൻ്റെ ട്രാൻസാക്ഷൻ ഓഫ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ. പിന്നെ അതിൻ്റെ സ്പെക്ട്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. Theoretically, there is no limit to rotational energy of molecule. The session is over. Thank you for all.